الحمد لله الحمد لله الذي أحيانا بعدما أماتنا وإليه النشور. اللهم صل على محمد وعلى آل محمد. പ്രിയമുള്ള എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സഹോദരിമാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂറത്തുൽ കഹ്ഫിലെ 12-ാമത്തെ ആയത്തിനെയാണ് വിശദീകരിച്ചത്. അപ്പോഴേ ഗുഹാവാസികളുടെ ഒരു ചരിത്ര സംഭവത്തെ അള്ളാഹു വളരെ ചുരുക്കി പറഞ്ഞു വന്ന് പിന്നീട് അതിൻ്റെ വിശാലമായ ഒരു ചിന്താലോകത്തേക്ക്, അവരുടെ ജീവിതത്തിൻ്റെ പൊരുളിലേക്ക് മനുഷ്യ ചിന്തയെ അള്ളാഹു കൂട്ടിക്കൊണ്ടുപോകുകയാണ് 13-ാമത്തെ ആയത്തിലൂടെ ചെയ്യുന്നത്. അപ്പൊ അവിടെ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. നഹ്നു നഖുസ്സു അലൈക, നബിയെ, അങ്ങേക്ക് നാം അവരുടെ ചരിത്ര സംഭവം പറഞ്ഞു തരികയാണ്. നബഅഹും, അതായത് നബഅഹും എന്നുള്ളത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചു. അഥവാ നബഉൻ അലീമുൻ, ഖബറുൻ അലീമുൻ, വളരെ ഗൗരവതരമായ ഒരു ചരിത്ര സംഭവത്തെ അങ്ങേക്ക് നാം പറഞ്ഞു തരികയാണ്, സത്യമായി കൊണ്ട് പറഞ്ഞു തരികയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ നിലനിന്നിരുന്ന തെറ്റായ ചർച്ചകളും ചിന്തകളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട് എന്നുള്ളത് കൂടി ബിൽ ഹഖി എന്നുള്ള വാക്കിൽ അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പൊ എന്നും അങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കേട്ടുകേൾവിയിലൂടെ മനുഷ്യന് പറഞ്ഞു പോരുന്ന കാര്യങ്ങളിൽ ഓരോരുത്തരും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പലതും കൂട്ടിച്ചേർക്കുകയും ആലങ്കാരികമായി വാക്കുകൾ കൊണ്ട് അതിനെ ഇങ്ങനെ വിപുലീകരിച്ച് പറയുകയും ചെയ്യും. അപ്പൊ അതിലൊന്നും പൊതുവെ സത്യം അല്ലെങ്കിൽ അതിന്റെ വസ്തുത നിലനിൽക്കണമെന്നില്ല. അപ്പൊ ഇവിടെ ഈ സംഭവം അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമ്മളിതിന്റെ ആമുഖത്ത് ഈ സംഭവം ഉദ്ധരിക്കുന്നതിന്റെ തുടക്കത്തിൽ പറയുകയുണ്ടായി, മദീനയിലെ ജൂതന്മാര് മക്കയിലെ ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയും അസ്ഹാബുൽ കാഫുമായി ബന്ധപ്പെട്ട വിഷയവും അതുപോലെ തന്നെ ആത്മാവ് തുടങ്ങിയ കാര്യങ്ങൾ, 3 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുവാൻ പറഞ്ഞയച്ചു. അങ്ങനെ അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നത്. അപ്പൊ അവര് പ്രവാചകന് അത്തരത്തിലുള്ള വിഷയങ്ങള് അറിയുമോ എന്ന ഒരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. കാരണം പ്രവാചകന് അവരെ സംബന്ധിച്ചിടത്തോളം മദീന വിട്ടു പോവാത്ത, മക്ക വിട്ടു പോവാത്ത, മറ്റു ചരിത്ര സംഭവങ്ങളൊന്നുമായിട്ട് അധികം ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് അവർക്ക് പൂർണ്ണമായിട്ട് അറിയാം. അപ്പൊ പ്രവാചകൻ അതിനെ ഏത് രൂപത്തിൽ സമീപിക്കുന്നു, എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി പ്രവാചകന്റെ പ്രവാചകത്വത്തെ അവർക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ആ ചോദ്യത്തിലൂടെ അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ചില വിഷയങ്ങളെല്ലാം പറഞ്ഞു പോയി. പ്രവാചകൻ ഇൻഷാ അല്ലാ എന്ന് പറയാതെ പറഞ്ഞു തരാം എന്ന് അവരോട് പറയുകയും 15 ദിവസത്തോളം വഹയി മുറിഞ്ഞു പോകുകയും ശേഷം അള്ളാഹു പ്രവാചകനെ ഉണർത്തിക്കൊണ്ട് ഒരിക്കലും അള്ളാഹുവുമായിട്ട് ചേർത്ത് വെക്കാതെ, അള്ളാഹുവിന്റെ ഇശാഅത്തിനെ മുമ്പിൽ വെച്ചുകൊണ്ടല്ലാതെ ഒരു കാര്യവും പറയരുത് എന്ന ഒരു ഉപദേശവുമായി പിന്നീട് 15 ദിവസത്തിന് ശേഷം ഈ വിഷയം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആ വിഷയം നിലവിൽ അവർക്കിടയിൽ ഉണ്ട് എന്നും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട് എന്നുമെല്ലാം തന്നെ ഈ ഒരു വാക്കിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോ നഹ്നു നഖുസ്സു അലൈക, നാം അങ്ങേക്ക് ആ ചരിത്ര സംഭവം അതിന്റെ എല്ലാ സത്യസന്ധതയോടും കൂടി പറഞ്ഞു തരികയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അള്ളാഹു അവന്റെ ധാത്തുമായി ചേർത്ത് പറയുമ്പോൾ അന എന്ന വാക്ക് ഉപയോഗിക്കുകയും, എന്നാൽ അള്ളാഹുവിന്റെ അഫ്ആലുമായി, ഫിഅലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയുമ്പോൾ അവിടെ ബഹുവചനം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ എന്തിനാണ് ബഹുവചനം? നഹ്നു, നാം, നഖുസ്സു, നാം അങ്ങേക്ക് പറഞ്ഞു തരികയാണ്, ആ ചരിത്ര സംഭവത്തെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ ഫിഅലിൽ അള്ളാഹു അവന്റെ എല്ലാ സിഫാത്തുകളെയും ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. എന്തുകൊണ്ട് ഫിഅലിനെ കുറിച്ച് പറയുമ്പോൾ
ബഹുവചനം എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഒരു വളരെ പ്രധാനപ്പെട്ട ആളുകളെ, ആദരണീയരായ ആളുകളെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടാവും, അല്ലെങ്കിൽ സംബോധനം ചെയ്യാറുണ്ട്. അത് ആ വ്യക്തിന്റെ എല്ലാ കഴിവുകളെയും പരിഗണിച്ചുകൊണ്ടാണ്, ആദരവിനെയും പരിഗണിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ രാജാക്കന്മാർ അവരുടെ പ്രസ്താവനകൾ നടത്തുമ്പോൾ നാം എന്ന ബഹുവചനം സ്വീകരിക്കുന്നു. അള്ളാഹു മാലിക്കുൽ മുൽക്കാണ്, എല്ലാ രാജാക്കന്മാരുടെയും രാജാധിപതിയാണ് അള്ളാഹു. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ ഫേലിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ എല്ലാ ഇൽമിനെയും അതുപോലെ തന്നെ ഹിക്മത്തിനെയും തദ്ബീറിനെയും എല്ലാം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് അതിന്റെ ഒരു പൂർണ്ണ രൂപത്തെയാണ് പടച്ച തമ്പുരാൻ അവതരിപ്പിക്കുക. കളങ്കമില്ലാത്ത, ശങ്കയില്ലാത്ത, അതുപോലെ തന്നെ സംശയത്തിന് ഒരു ഇടവുമില്ലാത്ത രൂപത്തിൽ ഒരു വിഷയത്തെ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു അവതരിപ്പിക്കുകയാണ്. അതിന്റെ എല്ലാം ഉൾച്ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അത്തരം ഇടങ്ങളില് ഫിഅലിനെ കുറിച്ച് പറയുന്ന ഇടങ്ങളില് ബഹുവചനം സ്വീകരിക്കുന്നത്. നഹ്നു നഖുസ്സു, നാം അങ്ങേക്ക് ആ ചരിത്ര സംഭവം പറഞ്ഞു തരും. ഇപ്പൊ ഖസ്സ എന്ന് പറഞ്ഞാല് തതബ്ബഅൽ അഥറ എന്നാണ് ശരിക്കും അതിനുള്ള അർത്ഥം. ഒരു വിഷയത്തെ വളരെ ഗാഠമായി ദിക്കത്തോടുകൂടി അഗാധമായി ഒരു വിഷയത്തെ പിന്തുടർന്നുകൊണ്ട് അതിന്റെ പിറകിലുള്ള കാര്യങ്ങളെ അന്വേഷിക്കുന്ന ഒന്നിനാണ് എന്താണ് നഖുസ്സു എന്ന് പറയുക. ഇവിടെ നമുക്കറിയാം സൂറത്ത് ഖസസിൽ അള്ളാഹു മൂസാ നബിയെ അദ്ദേഹത്തിന്റെ ഉമ്മ പെട്ടിയിലാക്കി നൈൽ നദിയുടെ ഓളങ്ങളിൽ വെക്കുമ്പോൾ, എറിയുമ്പോൾ സഹോദരിയോട് പറയുന്ന ഒരു വർത്തമാനത്തെ അള്ളാഹു എടുത്തു കാട്ടുന്നുണ്ട്. വഖാലത്ത് ലി ഉഖ്തിഹി ഖുസ്സിഹി എന്ന് പറയും. അപ്പൊ ഖുസ്സിഹി എന്ന് പറഞ്ഞാൽ ഇത്തബിഇ അസറഹു എന്നാണ്, നീ പിന്തുടരൂ എന്നാണ്. ഫബസുറത്ത് ബിഹി അൻ ജുനുബിൻ ഫബസുറത്ത് ബിഹി അൻ ജുനുബിൻ, അങ്ങനെ ദൂരെ നിന്നുകൊണ്ട് തന്റെ സഹോദരന്റെ ഓരോ നീക്കങ്ങളും അവർ വീക്ഷിച്ചു. വഹും ലാ യശൂറൂൻ, എന്നാൽ മറ്റുള്ളവരിതൊന്നും അറിയുന്നില്ല. അപ്പൊ അവിടെയും ഖുസ്സിഹി എന്ന വാക്കിന് വളരെ ചിന്താപൂർവം ഒരു ആളുടെ കാൽപ്പാടിനെ പിന്തുടരുന്ന, വിഷയത്തെ പിന്തുടരുന്നതിനാണ് ഈ ഖസ്സ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മുഫസ്സിരീങ്ങള് തതബ്ബഅൽ അസറ എന്ന് അതിനർത്ഥം പറയും. തതബ്ബഅൽ അസറ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വളരെ ദിക്കത്തോടു കൂടിയിട്ട് ഒരു വിഷയത്തെ പിന്തുടരുക എന്നാണ് ഈ വാക്കിന് മുഫസ്സിരീങ്ങൾ നൽകുന്ന അർത്ഥം. അപ്പൊ ഏതായാലും ഇവിടെ സാധാരണഗതിയിൽ പൊതുവെ ആളുകള് നാം അങ്ങേക്ക് ആ കഥ പറഞ്ഞു തരാം എന്ന് പറയാറുണ്ട്. അപ്പൊ കഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു കെട്ടുകഥയാണോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു മിത്താണോ എന്നുള്ള തോന്നലുണ്ടാവും. അപ്പൊ തെറ്റായിട്ടാണ് നമ്മൾ ഈ വാക്കിന് പലപ്പോഴും അർത്ഥം പറഞ്ഞു പോകുന്നത്. പല വാക്കുകൾക്കും ഇതുപോലെ നമ്മൾ തെറ്റായിട്ട് അർത്ഥം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ അതുപോലെ ഒരു തെറ്റായ അർത്ഥമാണ് പൊതുവെ നമ്മൾ ഈ ഖസസ് അല്ലെങ്കിൽ ഖിസ്സത്ത് എന്ന വാക്കിന് നമ്മൾ കൊടുക്കുന്ന അർത്ഥം. അപ്പൊ അങ്ങനെ ശരിക്കും കൊടുക്കാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഇതിലൂടെ, ഈ വാക്കിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഒരു സത്യസന്ധമായിട്ട് ഒരു വിഷയത്തെ ചരിത്രപരമായിട്ട് അതിന്റെ എല്ലാ വസ്തുതകളോടും കൂടി അവതരിപ്പിക്കുന്ന ഒന്നിനെ സൂചിപ്പിക്കാനാണ് സത്യത്തിൽ ഇവിടെ നഖുസ്സു എന്ന വാക്കുകൊണ്ട് അള്ളാഹു അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം ഇതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ ചരിത്ര സംഭവത്തെ നാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന അർത്ഥത്തിലാണ് ആ വാക്കിനെ ഉപയോഗിക്കുന്നത്. നാം ഒരിക്കലും ഇതിനെ കഥ എന്ന ഒരു മിത്തിനെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കഥ എന്ന വാക്കിലൂടെ നമ്മൾ ഈ സംഭവത്തെ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ അവതരിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബി റബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്തിയത്തുൻ, നമ്മൾ പറഞ്ഞു ഫത എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ബഹുവചനമാണ് ഫിത്തിയത്ത് എന്നുള്ളത്. അവിടെ അള്ളാഹു പിന്നീട് ഇവരെ കുറിച്ച് നാം പറഞ്ഞതുപോലെ വളരെ ചുരുക്കി പറഞ്ഞു വന്ന് പിന്നെ ആ സമൂഹത്തെക്കുറിച്ചുള്ള, ആ കൂട്ടത്തെക്കുറിച്ചുള്ള അവരുടെ ചരിത്രപരമായ അവരുടെ വിഷയങ്ങളെ അതിലുള്ള ഒരു ചരിത്ര സംഭവത്തെ അള്ളാഹു നമുക്ക് മുമ്പിൽ വെക്കുകയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു അവരെ കുറിച്ച് അള്ളാഹു തന്നെ പറയുകയാണ്, ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബി റബ്ബിഹിം. അപ്പൊ പടച്ച തമ്പുരാന് ആ ജനതയെ കുറിച്ച് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവരാരാണ്? ആമനൂ ബി റബ്ബിഹിം, അവരുടെ നാഥനിൽ ഗാഠമായി നിർഭയത്വം പ്രാപിച്ചവരാണ്. ആമന്ന
എന്ന് അവർ പറഞ്ഞതിനെ എടുത്തുദ്ധരിക്കുകയല്ല അള്ളാഹു ചെയ്യുന്നത്. മറിച്ച് അവരെക്കുറിച്ച് പ്രപഞ്ചനാഥനായ മനുഷ്യന്റെ മനസ്സിന്റെ മിടിപ്പറിയുന്ന, അവന്റെ ഉള്ളിലെ ഓരോ ചലനങ്ങളെയും അവന്റെ ചിന്തകളെയും അറിയുന്ന പ്രപഞ്ചനാഥനായ തമ്പുരാൻ ആ സമൂഹത്തെക്കുറിച്ച് എടുത്തുദ്ധരിക്കുകയാണ്. ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവരുടെ പരിപാലകനായ നാഥനിൽ നിർഭയത്വം പ്രാപിച്ചവരാണ് അവർ. അപ്പൊ ആമനു എന്നുള്ള വാക്ക് വളരെ നന്നായി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വാക്കാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, കാലത്തിൽ അറാബു ആമന്ന, അറാബികള് വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയാണ്, ആമന്ന, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, പടച്ചോനിൽ പൂർണ്ണാർത്ഥത്തിൽ നിർഭയത്വം പ്രാപിച്ചവരാണ്, ചാഞ്ചല്യമില്ലാത്ത, ചാഞ്ചാട്ടമില്ലാത്ത മനസ്സുള്ളവരാണ് ദൈവത്തിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്ന് പറയാം. അപ്പോ അള്ളാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി പറയാണ്, വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ അസ്ലംന എന്ന് പറഞ്ഞോളി, ആമന്ന എന്ന് പറയണ്ട. അപ്പൊ ഇവിടെ അസ്ലമ അല്ലെങ്കിൽ ആമന എന്ന ആ രണ്ട് വാക്കിനെ അള്ളാഹു ആ ആയത്തിൽ തന്നെ നന്നായി വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക്. ഈമാൻ എന്ന് പറയുന്നത് അത് ഹൃദയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇപ്പൊ ഗാഠമായി ഒരു വിഷയത്തിൽ നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലേ അതുമായി ബന്ധപ്പെട്ട സത്യസന്ധമായ പ്രവർത്തനം നമ്മളിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവരുടെ സമയത്തിനനുസരിച്ചുള്ള മൂല്യങ്ങൾ നൽകാനും അവർക്ക് കഴിവുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ടാകുമ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ സമയവും അവരുടെ എഫേർട്ടുമെല്ലാം തന്നെ ആ കമ്പനിക്ക് സത്യസന്ധമായിട്ട് നൽകുക. അപ്പോ ഈമാൻ എന്നുള്ളത് ആ കമ്പനിയെ കുറിച്ചുള്ള ശക്തമായ വിശ്വാസം ഒരു അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ അവരെ പ്രവർത്തന ശേഷിയുള്ളവരാക്കി മാറ്റുന്നത് പോലെ അമ്പിയാക്കന്മാര് ഭൂമിയിൽ വന്ന് ചില അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതുമായി ചില കർമ്മങ്ങൾ ചേർത്ത് വെക്കുകയും ചെയ്യും. അപ്പൊ ആ കർമ്മങ്ങളെ പൂർണാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കാൻ, ജീവിതം കൊണ്ട് പ്രതിഫലിപ്പിക്കാൻ, കർമ്മം കൊണ്ട് പ്രതിഫലിപ്പിക്കാൻ അടിസ്ഥാനപരമായി പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന ഹൃദയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ രൂഢമൂലമായിരിക്കണം. ഇല്ലെങ്കിൽ അത് കർമ്മത്തില്, നമ്മുടെ ഹറക്കാത്ത് സക്കനാത്തിൽ അത് പ്രകടമാകില്ല. നമ്മുടെ ചലനങ്ങളില്, നമ്മുടെ ഇടപെടലുകളില്, നമ്മുടെ ജീവിതത്തിന്റെ ഈ മറ്റു ഇടങ്ങളിൽ അത് കാര്യക്ഷമമായിട്ട് എന്താവില്ല, അതിനെ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയൂല. അപ്പൊ നമുക്കറിയാം, വിശ്വാസപരമായിട്ട് അമ്പിയാക്കന്മാര്, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 കാര്യങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഹൃദയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതികളാണ്. അതുകൊണ്ടാണ് ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈമാന് അത് ഹൃദയം കൊണ്ടുള്ള രൂഢമൂലമായ തിരിച്ചറിവും വാക്കുകൊണ്ടുള്ള നാവുകൊണ്ടുള്ള പ്രകടനവും അവയവങ്ങളെ കൊണ്ടുള്ള ഇടപെടലുമാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഈമാന പൂർണ്ണ രൂപത്തിൽ മനസ്സ് അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിനെ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുമ്പോഴാണ് ഇസ്ലാം കർമ്മങ്ങളെ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തന ഇടങ്ങളിൽ അതിനെ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അറാബികൾ വന്നിട്ട് ആമന്ന, ഞങ്ങള് മുഅ്മിനീങ്ങളാണ്, അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിച്ചവരാണെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളറിയുന്ന നാഥൻ അതിന് മറുപടി കൊടുക്കാൻ പറയുന്നത് വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങള് ആമന്ന എന്ന് പറയണ്ട, അസ്ലംന എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങള് ചില പ്രവർത്തനങ്ങളിലൂടെ അതിനെ പ്രകടിപ്പിക്കുന്നവരാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധവും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു വിശ്വാസവും നിങ്ങളെ ഹൃദയത്തിന് ഉണ്ടായിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു ഇവരെ കുറിച്ച് എടുത്തുദ്ധരിക്കുകയാണ്. ഇന്നഹു ഫിത്തിയത്തുൻ ആമനൂ ബി റബ്ബിഹിം, അവരുടെ റബ്ബിനെ കുറിച്ച് ഗാഢമായി വിശ്വാസമുള്ളവരും ആ നാഥനിൽ നിർഭയത്വം പ്രാപിച്ചവരാണ് ഓല്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇവർ വന്നുകൊണ്ടുള്ള പ്രാർത്ഥനയെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റബ്ബന ആത്തിന മില്ലദുൻക റഹ്മത്തൻ. അപ്പോ ആ ഒരു പ്രാർത്ഥന നടത്തുന്നത് എവിടെയാണ്? സ്വന്തം നാട്, വീട്, കുടുംബം,
ഭൗതികമായ എല്ലാ സമ്പത്തുകളും ഒഴിവാക്കി അവര് ഒരു നാടിൽ നിന്ന് ഓടിപ്പോവുകയാണ്. എന്നിട്ട് ഒരു മലങ്കാട്ടിലെത്തുന്നു, ഒരു മലമ്പ്രദേശത്തെത്തുന്നു, ഒരു മല താഴ്വരയിലെത്തുന്നു. അവിടെ അവര് അവരുടെ നാഥനിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അവരുടെ ഒരു ഹൃദയ വികാരത്തെ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് എന്താണ്? എല്ലാം നഷ്ടപ്പെട്ടു പോയ, ഒന്നുമില്ലാതെ ഒരു ഇനി എന്ത് ജീവിതത്തിൽ എന്ത് എന്നുള്ള ഒരു ഭാവിയെ കുറിച്ചുള്ള ഒരു ബോധവുമില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യനെ റബ്ബന ആത്തിന മില്ലതുക റഹ്മത്തൻ, പടച്ചോനെ നിന്നിൽ നിന്ന് നിന്റെ കാരുണ്യത്തെ ഞങ്ങൾക്ക് നീ നൽകണമേ, വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെ മനസ്സിന്റെ ഉള്ളിലുള്ള വികാരങ്ങൾ എന്തൊക്കെക്കാരം ഒരു മനുഷ്യർ എന്നുള്ള നിലക്ക്. അപ്പൊ നമ്മള് ഈമാന്റെ ദുർബലമായ അവസ്ഥയെ പേറുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള തേട്ടമായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. അത്തരം ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അവർക്ക് നഷ്ടപ്പെട്ട ഒന്നിനെ ഇനി ജീവിതത്തിൽ ശാന്തമായ ചില അവസ്ഥകൾ, സ്വസ്ഥമായ ചില അന്തരീക്ഷങ്ങളിലും ഉണ്ടാകാനുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവാം. ഇവിടെ റബ്ബ് എന്ന വാക്കിലൂടെ എത്രമാത്രം തന്റെ നാഥൻ ഞങ്ങൾക്ക് ഇനി അവന്റെ കാരുണ്യം, അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരാൻ ശക്തനാണ് എന്നുള്ള ഒരു ബോധത്തെ ഇതിന് തുടർന്ന് പറയുന്ന ആയത്തിലും അള്ളാഹു അത് ചേർത്ത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ റബ്ബ് എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഗാഠമായിട്ട് അള്ളാഹു എന്നുള്ള വാക്കിനപ്പുറം റബ്ബ് എന്ന വാക്ക് ഉപയോഗിച്ചതിലൂടെ തന്റെ സൃഷ്ടിനാഥനിൽ നിന്നുള്ള എല്ലാ കാരുണ്യവും എല്ലാ സംരക്ഷണവും അവര് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് അള്ളാഹു അവരെ അവന്റെ അനുഗ്രഹം കൊണ്ട് മൂടുകയും പൊതിയുകയും ചെയ്യുന്നു എന്നുള്ളൊരു വലിയൊരു ആശയത്തെ അള്ളാഹു ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹു തന്നെ അവരുടെ ഈമാന്റെയും അവരുടെ ഗാഠമായ വിശ്വാസത്തിന്റെയും അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിനെയും അള്ളാഹു എടുത്ത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവരിൽ റബ്ബ് എന്ന വാക്കിന്റെ അഗാധമായ അർത്ഥം എത്രമാത്രം ഉൾച്ചേർന്ന് നിന്നിരുന്നു എന്നുള്ളത് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ അവിടെ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട്, നമുക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. പക്ഷേ ഇവർക്ക് നൽകിയതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആവൂല പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം എന്നുള്ളതാണ്. എല്ലാവരും ചില ആൾക്കാരിൽ പറയാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാറില്ല. പക്ഷെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം തന്നെ ഉത്തരം കിട്ടുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല ആ ഉത്തരങ്ങൾ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവരെ ഒരു മനുഷ്യർ എന്നുള്ള നിലക്ക് എല്ലാം കൈയൊഴിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടി ഒരു മലഞ്ചെരിവിൽ വന്നു നിന്ന് അത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴേ അള്ളാഹു അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ആ റഹ്മത്ത് എന്താണ്? ഉറക്കമാണ് എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞു പോയി. അപ്പൊ അവര് ഉറക്കം എന്നുള്ള ഒന്നിനും ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അള്ളാഹു ആ പ്രാർത്ഥനക്കുള്ള ഉത്തരമായി നൽകുന്നത് ഒരു 3 നൂറ്റാണ്ട് ആ ഉറങ്ങിക്കിടക്കാനുള്ള ഒരു സൗഭാഗ്യം നൽകിക്കൊണ്ടാണ്. അപ്പൊ എല്ലാ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വേദനകളിൽ നിന്നുള്ള പൂർണ്ണമായ മോചനവും മുക്തിയും നൽകിക്കൊണ്ട് അവരെ പൂർണ്ണമായി അള്ളാഹു ഉറക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു ആണ് എന്താണ് നമുക്ക് നൽകേണ്ടത് എന്നറിയുന്നവൻ. നിങ്ങൾ ചിലതെല്ലാം ആഗ്രഹിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് അപകടകരമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അപകടമാണ് എന്ന് തോന്നുന്ന പലതും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അള്ളാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, നിങ്ങളൊന്നും അറിയാത്തവരാണ്. അപ്പൊ നമ്മൾ ചില പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് എവിടെയോ ഉത്തരങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഒരു ഇടങ്ങളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മളാരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ പിന്നെ മറ്റൊരു വിഷയം, പ്രാർത്ഥനയ്ക്ക് പൂർണ്ണോത്തരം ലഭിക്കുവാൻ നമ്മൾ ഹലാല് ഹറാമി എന്ന് പറയുന്ന ഒന്നിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ ഇനി പറഞ്ഞു പോകുമ്പോൾ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ വീണ്ടും അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. ഹലാലായ ഒന്നിനെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ അവര് ഉണർന്ന് പട്ടണത്തിലേക്ക് അവർക്ക് ആവശ്യമുള്ളത് വാങ്ങാന് കുറച്ച് ആൾക്കാരെ വിടുമ്പോഴും അവിടെയും സൂക്ഷ്മത പാലിക്കുന്നുണ്ട് അവര്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത് അത് ഹലാൽ ഹറാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്, അല്ലെ? ഇന്ന് അള്ളാഹു ഏറെ വിശുദ്ധനാണ്. അള്ളാഹു വിശുദ്ധമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതിനാൽ യാ മഅ്ശറൽ അംബിയ, അമ്പിയാക്കന്മാരെ,
നിങ്ങൾ ഹലാല് മാത്രം ഭക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലാല് ഹറാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നിനെ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്. ആളുകൾ വന്നുകൊണ്ട് പറയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? മഅ്കലുഹു ഹറാമുൻ വ മശ്റബുഹു ഹറാമുൻ വ മൽബസുഹു ഹറാമുൻ. നിങ്ങളുടെ ഭക്ഷണം ഹറാമാണ് നിങ്ങൾ കഴിക്കുന്നത്, നിങ്ങൾ കുടിക്കുന്നത് നിഷിദ്ധമാണ്, നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഹറാമായതാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത് നമ്മൾ നിഷിദ്ധമായതെല്ലാം സ്വീകരിക്കുന്നു, ഭക്ഷിക്കുന്നു, ഉടുക്കുന്നു, കുടിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഹലാലുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേണ്ട പോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഹലാല് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഹലാല് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധമായതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടിലുള്ള നമ്മുടെ സഹോദരന്മാർക്ക് ഇത് അറിയില്ല. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ കുറെ വാക്കുകൾ ഇങ്ങനെ അർത്ഥമറിയാതെ പറഞ്ഞു പോയപ്പോഴേ, അല്ലെങ്കിൽ അർത്ഥം പറയാതെ പറഞ്ഞു പോയപ്പോഴുണ്ടായ കുറെ അപകടങ്ങൾ നമ്മുടെ പൊതു ഇടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ടതാണ് ഈ ഹലാല് ഹറാമ് വിഷയത്തിലെല്ലാം നമ്മൾ കാണുന്നത്. അപ്പൊ പ്രാർത്ഥനക്കുള്ള ഉത്തരം ലഭിക്കാൻ ഹലാല് ജീവിതത്തിൽ ഹലാലായ മാർഗം അവലംബിക്കുക, ശരിയായ മാർഗം അവലംബിക്കുക, അള്ളാഹു സ്വീകരിക്കാൻ പറഞ്ഞ മാർഗത്തിലൂടെ മാത്രം സ്വീകരിക്കുക. അതുകൊണ്ടാണ് അന്ത്യനാളിൽ ഒരു മനുഷ്യന്റെ കാല് മുന്നോട്ട് വെക്കാൻ അള്ളാഹു സമ്മതിക്കൂല 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അതിൽ നിങ്ങൾ എവിടുന്ന് സമ്പാദിച്ചു, അത് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കാതെ നമ്മുടെ കാലിനെ മുന്നോട്ട് വെക്കാൻ അള്ളാഹു സമ്മതിക്കൂല. അപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകളും അവർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അവരുടെ ആ ഈമാന്റെ ഗാഠമായ അവസ്ഥയെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിരുദ്ധമായ ഒന്നും സ്വീകരിക്കാത്ത, ഹറാമായത് ഒന്നും സ്പർശിക്കാത്ത ഒരു ജീവിതത്തിന്റെ മഹാവിശുദ്ധിയെ അവര് ഒരു വാക്കിൽ ചേർത്ത് വെക്കുന്നുണ്ട്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി തുടർന്ന് പറഞ്ഞു പോകുമ്പോൾ ആ വിഷയത്തിലേക്ക് നമ്മൾ വരും. അപ്പൊ ഇവിടെ ആമനു, അവർ അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിച്ചവരാണ് എന്നുള്ളത് അള്ളാഹു തന്നെ അവർക്ക് നൽകുന്ന ഒരു മഹാ സർട്ടിഫിക്കറ്റ് ആണ്. ബി റബ്ബിഹിം, അവരുടെ റബ്ബില്. അപ്പോ നമ്മൾ ഈ മക്കിയായ സൂറത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അള്ളാഹു എന്ന വാക്കിലേറെ റബ്ബ് എന്ന വാക്ക് ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് മക്കിയായ സൂറത്തുകളിൽ റബ്ബ് എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്? ഉണ്ട്. അപ്പൊ നമ്മളെ ജീവിതത്തിലും ഇതെല്ലാം തന്നെ, ഇതിന്റെ പ്രതിഫലനങ്ങളെല്ലാം തന്നെ നിരന്തരം കടന്നു പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും റബ്ബിൽ വിശ്വാസമില്ലാത്തവരാണ്, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരാണ്. റബ്ബിൽ വിശ്വാസമില്ലാത്തൊരു സമൂഹമാണ് നമ്മൾ. റബ്ബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉലൂഹിയത്ത് റുബൂബിയത്ത് എന്നെല്ലാം കേട്ടിട്ടില്ലേ? നമ്മളെ നാട്ടിൽ നിരന്തരം ആ വാക്ക് ഇങ്ങനെ ധ്വനിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യരിൽ പൊതുവെ മനുഷ്യന്റെ ഉത്ബോധമാണ് ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന്, ഇലാഹുണ്ട് എന്നുള്ളത്, ഈശ്വരനുണ്ട് എന്നുള്ളത്. അത് മനുഷ്യൻ അവന്റെ ഉള്ളറിയുന്ന അനിഷേധ്യമായൊരു സത്യമാണ്. എന്നാൽ ഉണ്ടെന്ന് പറയുന്ന ആ സത്യത്തിന് വിരുദ്ധമായ പ്രവൃത്തി നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന എപ്പോഴാണ്? ആ ഇലാഹ് റബ്ബാണ് എന്നുള്ള തിരിച്ചറിവില്ലാതെ പോകുമ്പോഴാണ്. പറയാറുണ്ട്, എനിക്കെന്റെ ബിസിനസ് ഉണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് പറയും. എനിക്ക് 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 എന്ന് പറയും. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മൾ അങ്ങനെ പറയാറില്ലേ? സത്യത്തിൽ ഒരു സത്യവിശ്വാസി അങ്ങനെ പറയൂല എന്നുള്ളതാണ് സത്യം. കാരണം അവന്റെ ബിസിനസ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുന്നത്. അവിടെ അവന്റെ പരിപാലകനായ നാഥന്റെ അതാഉർ റുബൂബിയത്താണ്, എന്റെ റബ്ബിന്റെ ദാനമാണ് എന്ന ഒരു ബോധത്തിലാണ് ഏതൊരു വിഷയത്തെയും ഒരു സത്യവിശ്വാസി കൈകാര്യം ചെയ്യുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, എന്റെ പ്രൊഫഷൻ ഇന്നതാണ്, അതുകൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകും, എനിക്കതിൽ പേടിയൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നമ്മളും പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. അത് റബ്ബിനെ കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്. ഒന്നും നമുക്കായിട്ട് ഒന്നുമില്ല എന്ന തിരിച്ചറിവാണ് റബ്ബ് എന്ന ഒന്നിനെ, അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുക. ഇപ്പൊ നമ്മളെ നാട്ടിൽ എന്തുകൊണ്ടാണ് ആളുകൾ ശിർക്ക് വിതർത്തുന്നത്? എന്തുകൊണ്ടാണ്? അവരോട് പോയി ചോദിച്ചു നോക്കി നിങ്ങള്, ദൈവം ഏകനല്ലേ, അള്ളാഹു ഏകനല്ലേ,
അവൻ എല്ലാത്തിനും കഴിവുറ്റവനല്ലേ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയും. അതേ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് പിന്നീട് ജീവിതത്തിൽ ഷിർക്കിന്റെ അംശങ്ങൾ എന്തിനാ ചേർത്ത് വെക്കുന്നത്? അത് റബ്ബ് അള്ളാഹു റബ്ബാണ് എന്നുള്ളത് കൂടി തിരിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ഇവരെ കുറിച്ച് പിന്നെ ആമനൂബി റബ്ബിഹിം എന്ന് അള്ളാഹു എടുത്തു പറയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകാൻ, അവർക്ക് എന്തും നൽകുവാൻ, അവരെ ഏത് രൂപത്തിലും പരിപാലിക്കുവാൻ കഴിവുറ്റവനാണ് അവരുടെ നാഥൻ എന്ന അഗാധമായ ബോധം അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ബോധം കൊണ്ടാണ് അവരെല്ലാം ഒഴിവാക്കുന്നത്. ആ ശക്തമായ തിരിച്ചറിവ് കൊണ്ടാണ് അവരെല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്നത്. തന്റെ നാഥൻ, തന്റെ സ്രഷ്ടാവ്, തന്റെ റബ്ബാണ് എന്ന അഗാധമായ ബോധത്തിലാണ് വലിയ മല പോലെയുള്ള ശത്രുവിനോട് പോലും അവർ ശക്തമായി പ്രതികരിക്കുന്നതും അവരോട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് പോലും ആ റബ്ബിനെ കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് അവരെന്താക്കുന്നത്? റബ്ബന എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അമ്പിയാക്കന്മാരൊന്നും പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ നിദാഇന്റെ അക്ഷരത്തെ ഉപയോഗിക്കാറില്ല, യാ റബ്ബന എന്ന് പറയാറില്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം അവര് ആ വാക്കിന്റെ ഉള്ളിലുള്ള ഒരു അഗാധമായ ആ ആശയത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് തന്നെ അവര് തന്റെ നാഥൻ തന്നിൽ നിന്ന് എത്രയോ ദൂരെയാണ് എന്ന ബോധത്തിലല്ല അവര് ആ വിഷയത്തെ നോക്കിക്കാണുന്നത്. തന്റെ നാഥൻ തന്നിൽ നിന്നും എത്രയോ ദൂരെയാണ് എന്നുള്ള ബോധത്തിലല്ല അവര് അള്ളാഹുവിനെ വിളിക്കുക. അപ്പൊ ആ തിരിച്ചറിവ് കൊണ്ടാണ് അങ്ങനെ യാ എന്ന ഒരു നിദാഇന്റെ, ഒരു വിളിയുടെ, ഒരു ദൂരെ നിൽക്കുന്ന ഒരാളെ സംബോധനം ചെയ്യുന്ന അക്ഷരം ചേർത്ത് വെക്കാതെ അള്ളാഹുമായി ചേർന്ന് നിന്നുകൊണ്ട് അവര് സംവദിക്കുന്നത്. ഇവിടെയും ഈ യുവാക്കള് ഒരിക്കലും തന്നെ അങ്ങനെ ദൂരെ നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും ഒരു വിളിയുമല്ല നടത്തുന്നത്. റബ്ബന റബ്ബന ആത്തിനാ മിൻ ലദുൻക, അവിടെ യാ റബ്ബന എന്ന് വിളിച്ചുകൊണ്ടല്ല സംബോധന ചെയ്യുന്നത്. അപ്പൊ റബ്ബിനെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു അടിസ്ഥാന വിഷയമാണ്. ഈ ഗുഹാവാസികളുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ പറ്റും. റബ്ബിനെ എത്രമാത്രം തിരിച്ചറിഞ്ഞു എന്നുള്ളത്. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് എല്ലാം തിരിച്ചു നൽകുവാൻ, തങ്ങളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുവാൻ, എല്ലാ അർത്ഥത്തിലും പരിപാലിക്കുവാൻ കഴിവുറ്റവനാണ് ഞങ്ങളെ സൃഷ്ടിച്ച നാഥൻ, ഞങ്ങളുടെ ഇലാഹ് എന്ന അഗാധമായ തിരിച്ചറിവും ഗാഢമായ വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് അള്ളാഹുവും അവരെ കുറിച്ച് എടുത്തു പറയുമ്പോഴേ ആമനൂ ബി റബ്ബിഹിം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളും റബ്ബിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം. ആ റബ്ബിലുള്ള രൂഢമൂലമായ വിശ്വാസം നമ്മളും പുലർത്തണം. എങ്കിലേ നമുക്കും എപ്പോഴും പിന്നെ തവക്കുൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രശ്നം പലപ്പോഴും തവക്കുലില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും വിഷമങ്ങൾ, ദുഃഖങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ഏതെങ്കിലും ദീർഘമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ നാട്ടില് റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആളുകളാണ്. അവരെ കുറിച്ച് നമ്മൾ പഠിച്ചാലും നമുക്കറിയാം റബ്ബിനെ കുറിച്ചുള്ള ധാരണ അല്ല. അപ്പൊ ഓരോന്നിനും ഓരോ പരിപാലകനാണല്ലോ. മഴക്കൊന്ന്, പിന്നെ സൃഷ്ടിപ്പിനൊന്ന്, അങ്ങനെ ഓരോന്നിനും നോക്കൂ നിങ്ങൾ. റബ്ബ് എന്ന് പറയുന്ന ഒന്നിന്റെ സങ്കല്പം നമ്മുടെ നാട്ടില് വളരെ പിന്നെ ആശ്ചര്യപ്പെടുത്തുന്ന സങ്കല്പങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ വിജ്ഞാനത്തിനൊന്ന്, അങ്ങനെ ഓരോന്നിനും ഓരോ റബ്ബിനെ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് അവർ. ആണ് പിന്നെ അള്ളാഹുവിൽ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും, ഏകനായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ആ നാഥന്റെ അളമത്ത് ബോധ്യപ്പെടാതെ പോകുന്നത്, ആ ശക്തിയുടെ മഹത്വം, അവന്റെ കുദ്റത്തിനെ, അവന്റെ തദ്ബീറിനൊന്നും ബോധ്യപ്പെടാതെ പോകുന്നത് അള്ളാഹു റബ്ബാണ് എന്നുള്ളത് കൂടി തിരിയാതെ പോകുമ്പോഴാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മളും നന്നായി റബ്ബിനെ, അള്ളാഹുവിന്റെ ഏകത്വത്തെ സമ്മതിക്കുമ്പോഴും, ഈ പ്രപഞ്ചനാഥനായ സർവശക്തനായ നാഥന്റെ ഏകത്വത്തെ സമ്മതിക്കുമ്പോഴും, എല്ലാം അവൻ എനിക്ക് നൽകുവാൻ കഴിവുറ്റവനാണ്, എന്നെ എല്ലാ അർത്ഥത്തിലും പരിപാലിക്കുവാൻ കഴിവുറ്റവനാണ് എന്ന ശക്തമായ ബോധവും തിരിച്ചറിവും നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിലും ഇന്ന് ഇത്തരത്തിലുള്ള തെറ്റായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത്, പലതിന്റെ അടുക്കലേക്കും പോകുന്നത്, പലതിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് പലതും യാചിക്കുന്നത്, അത് ഒരർത്ഥത്തില് നോക്കിക്കഴിഞ്ഞാല് ഒരു ബിംബത്തിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് യാചിക്കുന്നതിന് തുല്യം തന്നെയാണ്. അപ്പോ മറ്റുള്ളവന് പടച്ചോന അള്ളാഹുവിനെ കുറിച്ച്,
ആ അവന്റെ റുബൂബിയത്തിനെ കുറിച്ച് ഉലൂഹിയത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടവരാണ് നമ്മള്. നമ്മളെ ജീവിതത്തിൽ അത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാൻ പാടില്ല. വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ റബ്ബിനെ തിരിച്ചറിയാത്തൊരു സമൂഹത്തിന് അള്ളാഹിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റൂല. അവിടെ നോക്കിക്കാണ് നിങ്ങൾ, അസ്ഹാബുൽ കഹ്ഫ് റബ്ബിനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് തെറ്റായ സമീപനം സ്വീകരിച്ച ഒരു അധികാരി സമൂഹത്തോട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അവരുടെ ഒരു ഓഫറിനും നിന്ന് കൊടുക്കാതെ, അവർ മുന്നോട്ട് വെക്കുന്ന ഒന്നിനും ചെവി കൊടുക്കാതെ, അവരുടെ ഒരു തന്ത്രത്തിലും ഒരു വലയിലും വീഴാതെ അവർ എല്ലാം ത്യജിക്കാൻ തയ്യാറായത് അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞതിൽ മാത്രമല്ല, അവൻ ഞങ്ങളുടെ റബ്ബാണ് എന്നുകൂടി പറഞ്ഞതിലൂടെയാണ്. നമ്മൾ ഒരു സമൂഹത്തിന് ഹിദായത്ത് പകർന്നു നൽകേണ്ടവരാണ്. നമ്മളെ സമൂഹത്തോട് നമ്മൾ പറയേണ്ടത്. അല്ലാതെ ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മൾ ചീത്ത വിളിച്ചും അവഹേളിച്ചും നിന്ദിച്ചും ഒന്നുമല്ല നമ്മളെ സമൂഹത്തെ ശരിപ്പെടുത്താൻ ശ്രമിക്കേണ്ടത്. നമ്മള് അമ്പിയാക്കന്മാര് സ്വീകരിക്കുന്ന ഏറ്റവും നല്ല ഒരു സമീപന രീതിയുണ്ട്. ഒരു വ്യക്തിനോട് സംസാരിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഉത്കൃഷ്ടമായ രീതി, ആ രീതി സ്വീകരിച്ചുകൊണ്ടായിരിക്കണം നമ്മളെ പാവപ്പെട്ട സമൂഹത്തോട് സംസാരിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മിലേക്ക് പല തിന്മകളും കടന്നു വരുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ്. അൽ മർഉ ഇബ്നു ബിഅതിഹി, ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്ന സാഹചര്യത്തിന്റെ സന്തതിയാണെന്നാണല്ലോ. ചുറ്റുപാടിൽ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങളിലുള്ളത് അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഉണ്ടാകുക. അപ്പോ നമ്മൾ നന്നായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ സമൂഹത്തോട് സംസാരിക്കുമ്പോഴും നല്ല രൂപത്തിൽ ഇതാ നോക്കൂ, നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരു സമൂഹത്തിന് ഹിദായത്ത് പകർന്നു നൽകേണ്ടവരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനും റുബൂബിയത്തിനും വിരുദ്ധമായ പ്രവൃത്തിയും അതുപോലെ തന്നെ ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഗാഠമായ വിശ്വാസവും അവൻ റബ്ബാണെന്നുള്ള അഗാധമായ ബോധവും പുലർത്തേണ്ടവരാണ് എന്ന ഒരു തിരിച്ചറിവ് സമൂഹത്തിന് നൽകിക്കൊണ്ട് എല്ലാവരോടും നസീഹത്തോടു കൂടി ഇടപെട്ട് നമ്മൾ സമൂഹത്തിൽ തസ്കിയത്തും തെർബിയത്തും നടത്തണം. ഏതായാലും ഇവരിൽ നിന്ന്, ഈ ഗുഹാവാസികളിൽ നിന്ന് ഈ ഒരു പാഠം അള്ളാഹു നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. അവര് അള്ളാഹുവിൽ വിശ്വസിക്കുക മാത്രമല്ല അവനെ റബ്ബായി കൂടി കാണുകയും ആ റബ്ബിൽ പൂർണാർത്ഥത്തിൽ അവർ തവക്കുൽ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ എപ്പോഴും പറയാ ഫതവക്കുലു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ തവക്കുൽ ചെയ്യൂ. എന്താണ്? പൂർണ്ണമായി പടച്ചോനിൽ ഭരമേൽപ്പിക്കൂ. ഫതവക്കലു ഇൻ കുൻതും മുതവക്കിലീൻ, നിങ്ങൾ ആരിലെങ്കിലും ഭരമേൽപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ റബ്ബിൽ ഭരമേൽപ്പിക്കൂ എന്ന് അമ്പിയാക്കന്മാരെല്ലാവരും പറഞ്ഞതായിട്ട് സൂറത്ത് യൂനുസിൽ എടുത്തു കാട്ടുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും ഇവിടെ അവര് അള്ളാഹു തന്നെ അവരെ കുറിച്ച് പറയുന്നത് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബി റബ്ബിഹിം, അവരുടെ പരിപാലകനായ നാഥനിൽ പൂർണാർത്ഥത്തിൽ അവർ നിർഭയത്വം പ്രാപിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വസീദിനാഹും ഹുദ, നാം അവർക്ക് ഹിദായത്തിനെ അധികരിപ്പിച്ചു നൽകി. അപ്പൊ റബ്ബിൽ ഗാഠമായ വിശ്വാസം ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് നൽകും, മാർഗദർശനം നൽകും. ഒരു പേടിയില്ലാത്ത, ഭയമില്ലാത്ത, ചാഞ്ചല്യമില്ലാത്ത ഒരു ജീവിത ചിട്ട അള്ളാഹു നമുക്ക് നൽകും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഓതി വെച്ച സൂറത്ത് ഹുജറാത്തിന്റെ ആ ആയത്തിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട് ആരാണ് മുഅ്മിനി എന്ന്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു, ചാഞ്ചാട്ടമില്ലാത്തവർ, അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും പൂർണാർത്ഥത്തിൽ അവര് വിശ്വസിച്ചവരാണ്, പ്രവാചകനാണെന്നുള്ള പൂർണ്ണ തിരിച്ചറിവുള്ളവരാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു ഏകനാണെന്നും അവൻ പരിപാലകനാണെന്നുമുള്ള ശക്തമായ ബോധമുള്ളവരാണ്. സുമ്മലം നിർത്താബു, പിന്നെ അവർക്ക് ഒരു ചാഞ്ചാട്ടവും ഉണ്ടാവുകയില്ല. വജാഹദൂബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ ധനം കൊണ്ടും ശരീരം കൊണ്ടും വ്യയം ചെയ്യുന്നവരാണ്. അള്ളാഹിനെ തിരിഞ്ഞവർക്ക് അള്ളാഹുവിനെ തിരിയുകയും അവനെ റബ്ബായി സമ്മതിച്ചോർക്കും മാത്രമേ ലോകത്ത് എന്തെങ്കിലും പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് പുതിയ ലോകത്തും അള്ളാഹുവിന്റെ ആ റുബൂബിയത്തിനെ, പ്രപഞ്ചനാഥന്റെ റുബൂബിയത്തിനെ നന്നായി മനസ്സിലാക്കിയവരാണ് ഇന്നും ലോകത്ത് പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതും വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും. ഏതായാലും അങ്ങനെ ആ റബ്ബിൽ ഗാഠമായി വിശ്വാസം പുലർത്തുന്നതിലൂടെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനമാണ് ഹിദായത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. വസിദിനാഹും ഹുദാ, നാം അവർക്ക് ഹിദായത്തിനെ
നാം അധികരിപ്പിച്ചു നൽകി. ഹിദായത്തിനെ നാം അവർക്ക് അധികരിപ്പിച്ചു നൽകി. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സൂറത്ത് മുഹമ്മദില് അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ വ ആതാഹും തഖ്വ. അപ്പോ അള്ളാഹു നമുക്ക് റബ്ബിനെ കുറിച്ചുള്ള ഗാഠമായ ബോധം ഉണ്ടാകുമ്പോൾ അള്ളാഹു ഹിദായത്തിനെയും തഖ്വയെയും അള്ളാഹു അധികരിപ്പിച്ചു നൽകുമെന്ന് സൂറത്ത് മുഹമ്മദിലും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പടച്ച തമ്പുരാന്റെ റുബൂബിയത്തിനെ, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ നന്നായി മനസ്സിലാക്കി ജീവിക്കുവാനും ഇത്തരം ആളുകളുടെ ജീവിത ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിൽ ഗാഠമായ വിശ്വാസത്തോടും അള്ളാഹുവിലുള്ള ഉറച്ച ബോധ്യത്തോടും കൂടി ജീവിക്കുന്ന ഉത്തമരായ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ചെറിയ ചർച്ച അവസാനിക്കുകയാണ്. വാഹു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.